ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഉണ്ടാകുന്ന വേദന നാം എല്ലാവരും കടന്നുപോകുന്ന ഒന്നാണ്. എന്നാൽ ഇത് കൂടെ കൂടെ സംഭവിക്കുമ്പോൾ വളരെ അസഹനീയമായ വേദനയുണ്ടാകുന്നു. ഇത് വീട്ടിലും നമ്മുടെ ജോലിസ്ഥലത്തുമൊക്കെ നമ്മുടെ ഫലപ്രാപ്തിയെയും ഇത് ബാധിക്കുന്നു. ചെറുപ്പക്കാരനായ ജോസഫ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വളരെയധികം വേദനകളിലൂടെ കടന്നുപോയി. അവൻ തൻ്റെ സ്വപ്നം പങ്കുവച്ചതുകൊണ്ട് സഹോദരന്മാർ അവനെ വെറുത്തു. കൂടാതെ അവൻ അവരുടെ പിതാവിൻ്റെ പ്രിയപ്പെട്ടവനുമായിരുന്നു. അതുകൊണ്ട് അവർ അവനെ ഒരു കുഴിയിലിട്ടു, അടിമയായി വിറ്റു. യുവാവായ യോസഫിന് ഈ പ്രതിസന്ധികൾ തനിക്ക് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. താൻ ജോലി ചെയ്ത സ്ഥലത്ത് ഇല്ലാത്ത കേസിന് തന്നെ ജയിലിലടച്ചു. ഒരുപക്ഷെ നിങ്ങളും ഞാനുമായിരുന്നു യോസഫിന്റെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നെനിക്കറിയില്ല. അവനിൽ നിന്നും ഒരു നന്മകളും സഹോദരന്മാർ ആഗ്രഹിച്ചില്ല. അവൻ മരിച്ചു പോകുന്നതായിരുന്നു നല്ലതെന്നായിരുന്നു അവരുടെ സഹോദരന്മാർ ആഗ്രഹിച്ചിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ജോസഫ് അവരുടെ ഇളയ സഹോദരനെക്കുറിച്ച് ചോദിച്ചു. ഇത് യോസഫാണ് എന്ന് അവർ അറിയാതെയാണ് താൻ ചോദിച്ചത്. അതിനവർ പറഞ്ഞത്, അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ 12 സഹോദരന്മാരാകുന്നു. ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പന്റെ അടുക്കലുണ്ട്, ഒരുത്തനിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. താൻ പോയിടത്തെല്ലാം തനിക്ക് മുറിവേറ്റിരുന്നു. ആളുകൾക്ക് അവൻ പ്രയോജനമുള്ളവനായിരുന്നു എങ്കിലും അവന്റെ ആവശ്യത്തിന് ആരെയും ഉപകരിച്ചില്ല. ആശ്വസിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ആരുമില്ലാത്ത വേദനയിലൂടെ ജീവിതത്തിൽ വളരെയധികം ദൂരം തനിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ജോസഫ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും തന്റെ സഹോദരന്മാർക്കറിയില്ലായിരുന്നു. എന്നാൽ കർത്താവ് ജോസഫിനെ കുഴിയിൽ നിന്ന് ഉയർത്തുകയും അവന്റെ സഹോദരന്മാരെ കുഴിയിൽ നിന്ന് ഉയർത്തുവാൻ യോസഫിനെ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് കർത്താവിന് മാത്രമേ ചെയ്യുവാൻ കഴിയൂ. തന്റെ ജീവിതത്തിൽ ഉണ്ടായത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് ജോസഫ് മനസ്സിലാക്കി. അതുകൊണ്ട് തന്റെ സഹോദരന്മാരോട് അവൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ദൈവം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന രീതിയിൽ നമ്മെ ഉപയോഗിക്കുന്നു. തന്റെ സഹോദരങ്ങളെ സങ്കടപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിച്ചതുമില്ല. അവൻ അവരോട് ക്ഷമിക്കുകയും അവർക്ക് ഏറ്റവും ഉത്തമമായത് നൽകുകയും ചെയ്തു. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനും അവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ നൽകാൻ അതൊരിക്കലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് നമ്മെ നിയന്ത്രിക്കുന്നതെന്നും ജീവിതത്തിന്റെ അവസാന വാക്ക് ദൈവത്തിൻ്റെതാണെന്നും തിരിച്ചറിയുമ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികളെ നമുക്ക് വേഗത്തിൽ നേരിടാൻ കഴിയും. ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒക്കെ ബുദ്ധിമുട്ട് നേരിടുന്ന തരത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വളരെ ഗുരുതരമായി മുറിവേറ്റിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോഴും ആ പകയിൽ തുടരുകയാണോ? ദയവായി ക്ഷമിക്കുവാൻ ശ്രമിക്കുക. നമ്മൾ അവരെപ്പോൾ ക്ഷമിക്കും എന്ന് കാത്തിരിക്കുന്നത് നിർത്തിയിട്ട് നമ്മൾ മാനസികമായ സന്തോഷം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയട്ടെ. നഷ്ടപ്പെട്ടതായി നിങ്ങൾ കരുതുന്നതിനേക്കാൾ മികച്ചതാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുക. നമ്മുടെ കൂരിരുൾ താഴ്വരകളിൽ ദൈവം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുക. ദൈവം എപ്പോഴും നമുക്കായുണ്ട്. ജോസഫിനു വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും അവൻ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ പറ്റി ഓർത്ത് അതേപ്പറ്റി ചിന്തിച്ച് നിങ്ങളുടെ ശേഷിക്കുന്ന വർഷങ്ങൾ എന്തിനാണ് പാഴാക്കുന്നത്? ദൈവം നമ്മെ എത്രത്തോളം ഉയർത്തി എന്നോർത്ത് നമ്മുടെ ജീവിതം ആഘോഷിക്കൂ. അവൻ താങ്കളെ കുഴിയിൽ നിന്നും മറ്റുള്ളവരെ ഉയർത്താൻ കഴിയുന്ന സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. ദൈവത്തോടൊപ്പമുള്ള ജീവിതം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റും. അനുഗ്രഹീതമായ ഒരു മാസം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.